എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചാളപ്പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടോളൂ, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ചാളയൊക്കെ കഴിക്കാത്തവർ പോലും ഈ ചാള കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഞാൻ കുറച്ച് ചാള എടുത്തിട്ടുണ്ട്. എത്ര? 2, 4, 6, 8, 10, 11 ചാളയുണ്ട്. ഈ ചാള കട്ട് ചെയ്തെന്ന് വെച്ചാൽ തലയുടെ അധികം ഭാഗമൊന്നും വേണ്ട. അതുകണക്ക് ഈ 2 സൈഡിലെ കുറച്ച് മുള്ളുകൾ ഇങ്ങനെ പൊങ്ങിയിരിക്കും, അതെല്ലാം കട്ട് ചെയ്യണം കേട്ടോ. അത് നല്ലോണം കട്ട് ചെയ്യും. ഈ മുള്ളുകളെല്ലാം, ഇവിടുത്തെ മുള്ളുകളെല്ലാം കളഞ്ഞ് നല്ലോണം കട്ട് ചെയ്യണം. എന്നിട്ട് ഇത് ചെറിയ കഷ്ണമാക്കണം. കത്രിക വെച്ച് പൊടിയായിട്ടാക്കണം. അതിന് വേണ്ടുന്ന അത് പൊടിയാക്കാം. അത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വറുത്ത് കോരാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദണ്ട തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങയ്ക്കകത്ത് ഇത്തിരി ചെറിയ ജീരകം ശകലം, പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ കായപ്പൊടി. ഇത് ഇത്രയും ചേർത്താണ് ഇത് ഞാൻ വറുത്ത് വെച്ചേക്കുന്നത്. തേങ്ങയും കൂട്ടിയിട്ട്. പിന്നെ വറുത്ത് വെച്ചേക്കുന്നതാണ് സവാള വറുത്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇഞ്ചി വറുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുരുമുളക് വറുത്ത് വെച്ചിട്ടുണ്ട്, ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില വറുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ സൗണ്ട് കേട്ട. പിന്നെ പച്ചമുളക് വറുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഇത്തിരി പുളി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാനുള്ള, പച്ചമുളക് മാത്രം പൊടിക്കത്തില്ല, ഇങ്ങനെ ചുമ്മാ അതങ്ങനെ ഇട്ടേക്കത്തതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പൊടിച്ചെടുക്കും കേട്ടോ. പിന്നെ ഇതിന് ആവശ്യമുള്ളത് ഉപ്പും കൂടെ വേണം. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ മത്തി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, ദാണ്ട ചാളയൊക്കെ ഞാൻ വെറും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊടി നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതേ കണക്ക് ചമ്മന്തിപ്പൊടിയാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ മുള്ളൻകാരിലൊഴിച്ച് ബാക്കി ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് വറുത്ത് നമുക്ക് ചമ്മന്തിപ്പൊടിയാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ എന്താണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് വറുക്കാൻ പോവുകയാണേ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് എടുത്തിടാം. നല്ലോണം വറുത്ത് കോരണം. കരിമുരാന്ന് പറഞ്ഞ് വറുത്ത് കോരണം. എല്ലാ മീൻ കണക്ക് ചാളമീൻ എളുപ്പം അങ്ങ് വറുത്ത് കോരാൻ പറ്റത്തില്ല. നെയ്യൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലോണം മൂത്ത് വരണമെങ്കിൽ ഇത്തിരി താമസം വരും. അപ്പോൾ ആദ്യമേ കുറച്ച് നേരം എണ്ണയ്ക്കകത്ത് ഇങ്ങനെ കുറച്ച് നേരം അനക്കാതെ കുറച്ച് നേരം ഇട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ നല്ലോണം അത് മൂത്ത് കുറച്ചും കൂടെ ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് തട്ടി എടുത്ത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇതേപോലെ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, തിളച്ച് കുറച്ചും കൂടെ ഒന്ന് ചുമത്ത കളർ എണ്ണ വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഈ എണ്ണ കളയണ്ട. മീൻ നല്ല എണ്ണയാണ്, ഫ്രിഡ്ജിലൊഴിച്ച് മാറ്റി വെച്ചേക്കണം. ഈ എണ്ണ നമുക്ക് മീൻ വറുക്കാനോ ഒക്കെ എടുക്കാം. ഈ നെയ്യാണിത്, ഫുള്ള് ചാളയുടെ നെയ്യായിരിക്കും. അപ്പോൾ ചാളയുടെ നെയ്ക്കൊക്കെ ഭയങ്കര ഗുണമുണ്ടെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഇത് നല്ലോണം ഒന്ന് ചുമക്ക വറുത്ത് പോരാം. അപ്പോൾ നമ്മുടെ ചാളയൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ പൊടിക്കാൻ നേരത്ത് മാത്രം ഉപ്പിടുന്നത് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മൂക്കണം, അല്ലെങ്കിൽ മുള്ള് നമുക്ക് കടിക്കും. അതിന് വേണ്ടിയാണ് ഈ മുള്ളും എല്ലാം നല്ല കരിമുരാന്ന് പറഞ്ഞുകൊണ്ട് വറുത്ത് കോരണം. അതിന് വേണ്ടി നല്ല ചുമക്ക വറുക്കണം. അപ്പോൾ ഞാനൊരു 11 ചാള എണ്ണി എടുത്തതാണ് കേട്ടോ. എത്ര ഉണ്ടെന്ന് നോക്കേ, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിനി ഇടാൻ പോകുന്നത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയാണ് ഇടാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ എല്ലാ സാധനവും കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചൂടോടെ എടുക്കണം. കറിവേപ്പില, അപ്പോൾ ഞാൻ എല്ലാം വറുത്ത സവാള ഇട്ടിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്തിട്ടിട്ടുണ്ട്, കറിവേപ്പില വറുത്തിട്ടിട്ടുണ്ട്, നമ്മുടെ വറുത്ത പുളി ഇട്ടിട്ടുണ്ട്, കുരുമുളകും ഉലുവയും വറുത്തിട്ടിട്ടുണ്ട്, നമ്മുടെ പച്ചമുളക് വറുത്തിട്ടിട്ടുണ്ട്. ഇനി വറുത്തിട്ടെന്ന് വെച്ചാൽ തേങ്ങ വറുത്തത് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇനിയാണ് നമ്മൾ ഉപ്പിടാൻ പോകുന്നത്. കണ്ടേ, ഞാൻ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അത് നോക്കി നമുക്ക് ഇടാം കേട്ടോ. ഉപ്പ് ചില ഉപ്പൊക്കെ ഭയങ്കര കടുപ്പമായിരിക്കും, അപ്പോൾ നോക്കി ഇടാം. നമുക്ക് ഇത്രയും ഉപ്പിട്ടാൽ
അപ്പോൾ ആ ചൂടിൽ തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. സ്റ്റവ് ഓഫാക്കിയിട്ടില്ല, കാരണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ആ ചൂട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാള, കൊഴുവ, ചൂര എന്ത് മീൻ വേണമെങ്കിലും നമുക്ക് ചെറുതായിട്ട് പീസാക്കി വറുത്ത് കോരി നമുക്ക് ചമ്മന്തിപ്പൊടിയാക്കി വയ്ക്കാം. ചെമ്മീൻ മാത്രമല്ല, നമുക്ക് ഇതുപോലെ എല്ലാ മീനും പൊടിയാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ കാരൽ, മുള്ളുകാരലെന്ന് പറഞ്ഞ അത് ഒഴിച്ച് ബാക്കി മുള്ളില്ലാത്ത, അധികം മുള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും നമുക്കിങ്ങനെ വറുത്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചാള കഴിക്കാത്തവർ പോലും ഇത് കഴിച്ചു പോകും. അപ്പോൾ നമുക്ക് എല്ലാം വറുത്തത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റാം. തണുക്കാനായിട്ട് അപ്പോൾ ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പൊടിച്ച് കാണിക്കാം കേട്ടോ. പൊടിച്ചിട്ടൊരു ഇതിപ്പോൾ പൊടിച്ച് ഒരു ടിന്നിനകത്താക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഫ്രിഡ്ജിലൊന്നും വെച്ചിരുന്നതിൽ കുഴപ്പമില്ല, പുറത്ത് വെച്ചിരുന്നാൽ മതി. ആവശ്യാനുസരണം നമുക്ക് ദോശയോ ചപ്പാത്തിയോ ചോറോ കറിയൊന്നും ഇല്ലെങ്കിൽ ഇതെടുത്ത് കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ തരണേ. കാരണം എനിക്ക് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്, പക്ഷേ ഞാൻ കുറവാണ്. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് നല്ലോണം വേണം. എന്നാൽ മാത്രമേ എനിക്ക് ഈ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരുമ്പോൾ നിങ്ങളത് കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്കിത് വറുത്ത് പിടിക്കാം. ഞാൻ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. 2 തട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഇതായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. തേങ്ങ ഞാൻ പൊടിച്ച തേങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് ജാറിൽ തേങ്ങാപ്പൊടി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചുകൊണ്ട് വരും. ഇവിടെ ചാള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിട്ടില്ലമാണ് കേട്ടോ. കിട്ടില്ലൻ ടേസ്റ്റാണ്. എരിയൊക്കെ നല്ല ആവശ്യത്തിനനുസരിച്ച് എരിയൊക്കെ വേണ്ടുന്നവർക്ക് അതനുസരിച്ചിടാം. നല്ല കളറിൽ കിട്ടും കണ്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു പരമാവധി എരിയുണ്ട് കേട്ടോ. നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി കേട്ടോ. പുളിയും ഉപ്പും എല്ലാം നല്ല പരുവത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോസോട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.